2 ദിവസങ്ങൾക്ക് ശേഷം രുദ്രന്റെയും മിത്രയുടെയും ഒപ്പം രാജശേഖരനും ലളിതകുമാരിയും തങ്ങളുടെ കുടുംബത്തിന്റെ അരികിലേക്ക് പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു. ഇത്രയും വർഷത്തോളം തങ്ങൾ അവരിൽ ഒരാളായി കണ്ട മൂപ്പനോടും അവിടെയുള്ള അന്തേവാസികളോടും നന്ദി പറഞ്ഞുകൊണ്ട് അവർ 4 പേരും കാടിറങ്ങി. മിത്രയില്ലാത്തതുകൊണ്ട് തന്നെ നന്ദന വല്ലാതെ മൂടിയായിരുന്നു. അവൾക്ക് മിത്ര എപ്പോഴാണ് തിരിച്ചു വരിക എന്ന് അറിയണമെന്നുണ്ട്. മുത്തശ്ശനോട് ചോദിച്ചപ്പോൾ സൂരജേട്ടൻ അറിയുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറേ നേരമായി അവൾ സൂരജിന്റെ വാതിലിന്റെ അടുക്കൽ നിന്ന് അകത്തേക്ക് ഒളിഞ്ഞു നോക്കാൻ തുടങ്ങിയിട്ട്. സൂരജിന്റെ അടുക്കിലേക്ക് പോകാൻ അല്പം ഭയമുണ്ട്. കാരണം അവൻ തന്നെ കാണുമ്പോഴത്തേക്കും കലിയിളകും. എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ നന്ദന അകത്തേക്ക് കയറി. അവൾ സൂരജിനെ നോക്കുമ്പോൾ അവൻ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ട് ബെഡിലിരിക്കുകയാണ്. സൂരജും കണ്ടിരുന്നു തന്റെ മുറിയിലേക്ക് കുറേ നേരമായി ഏന്തി വലിഞ്ഞു നോക്കുന്ന നന്ദനെ. ഏതുവരെ പോകുമെന്നറിയാൻ വേണ്ടിയാണ് അവന് ക്ഷമിച്ചുകൊണ്ട് അവിടെ ഇരുന്നത്. മുറിയിൽ കയറിയിട്ടും സൂരജ് നന്ദനെ നോക്കുന്ന കൂടെ ഇല്ലായിരുന്നു. അതിൻ്റെ പരിഭവം അവളുടെ മുഖത്തും കാണാനുണ്ട്. എന്താ നന്ദന, കുറേ നേരം താൻ അവിടെ തന്നെ നിൽക്കുന്നത്? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സൂരജ് ഗൗരവത്തോടെ നന്ദനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ സൂരജേട്ടാ, മിത്ര എപ്പോഴാ തിരിച്ചു വരിക? എന്തിനാ? നിന്റെ കൂടെ കൂടി അവളെ നിന്നെ പോലെ മരം കയറിയാക്കാനാണോ? നീ ഒരു മരം കയറിയാ ഇനി കൂട്ടത്തിൽ എൻ്റെ കുട്ടി കൂടി അങ്ങനെ ആക്കി തീർക്കണോ? അത്രയും നേരം വിനയത്തോടെ നിന്ന് നന്ദനയ്ക്ക് സൂരജിന്റെ വാക്കുകൾ കിട്ടും. എവിടെ നിന്നൊക്കെയോ വിറഞ്ഞു കയറി. ദേ സൂരജേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ മെക്കിട്ട് കയറിയാലുണ്ടല്ലോ. അല്ല, അതവിടെ നിൽക്കട്ടെ. ഞാനെപ്പോഴാ മിത്രയുടെ സ്വഭാവം മാറ്റി എന്ന് പറയുന്നത്? അങ്ങനെ ഒരാൾ വിചാരിച്ചായിരുന്നു മറ്റൊരാളുടെ സ്വഭാവം മാറിയൊന്നുമില്ല. ഒരു IPS ഓഫീസറാണ് പോലും ഇതുപോലും അറിയില്ല. ഷില്ലി ബോയ്. എടേ, തന്റെ കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് എടുത്ത് ബെഡിലേക്ക് വെച്ചുകൊണ്ട് സൂരജ് ചാടി എഴുന്നേറ്റ് നന്ദനയുടെ നേർക്ക് ചീറിക്കൊണ്ട് പറഞ്ഞു. എടേ, പറഞ്ഞു നീ എങ്ങോട്ടാടി കയറിപ്പോന്ന്? അതേടി, നിന്റെ കൂടെ നടന്ന എന്റെ പെങ്ങളും വഴിതെറ്റി പോകും. അമ്മാതിരി സാധന നീ. ആറ്റം ബോംബിന് കയ്യും കാലും വെച്ച മുതല്. എടോ, താൻ എന്താണ് എന്നെ കുറിച്ച് പറയുന്നത്? തനിക്ക് എന്നെ ശരിക്കും അറിയുന്നല്ലേ? വെറുതെ എന്റെ അടുത്തും പണി വാങ്ങാൻ നിൽക്കണ്ട. എന്താണ് എന്നെ വിളിച്ച്? ഏടോന്നോ? നിന്നെക്കാളും എത്ര വയസ്സിന് മൂത്താടി ഞാൻ. നന്ദനയുടെ കൂസലില്ലായ്മയോടുള്ള നിൽപ്പുണ്ടോ സൂരജിനാകെ പറഞ്ഞു കയറി. അവൻ ദേഷ്യത്തോടെ നന്ദനയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവന്റെ അടുക്കിലേക്ക് നിർത്തി. ദേ നന്ദു, വേണ്ടാന്ന് വെക്കുമ്പോണ്ടല്ലോ വെറുതെ താലി കയറാൻ നിൽക്കണ്ട. ഒരു നിമിഷം നന്ദന അവന്റെ നന്ദു എന്ന വിളിയിൽ തറഞ്ഞു നിന്നുപോയി. കാരണം എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് സൂരജ് തന്നെ നന്ദു എന്ന് വിളിക്കുന്നത്. അവളുടെ ഇരു കണ്ണുകളും നിറഞ്ഞു. സൂരജ് ദേഷ്യത്തോടെ നന്ദനയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ തന്റെ മുമ്പിൽ നിൽക്കുന്നവളെ കണ്ടതും അവനാകെ വല്ലാതായി. അതിന് നീ എന്തിനാ കരയുന്നത്? ഞാൻ അതിന് മാത്രമൊന്നും പറഞ്ഞില്ലല്ലോ. നന്ദനയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും സൂരജ് ആകെ വല്ലാതായി. അവനവിടെ കയ്യിൽ നിന്ന് തന്റെ കൈകൾ വിടിവിച്ചുകൊണ്ട് പറഞ്ഞു. നീ പോയിക്കോ, മിത്ര വരും അധികം വൈകാതെ തന്നെ. എന്തുകൊണ്ടോ നന്ദനയുടെ മുഖത്തേക്ക് നോക്കാൻ സൂരജിന് സാധിച്ചില്ല. അവൻ മറ്റെവിടെയോ ദൃഷ്ടി ഊന്നി നിൽക്കുന്ന കണ്ടതും നന്ദന തന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് സൂരജിനോട് ചോദിച്ചു. എത്ര നാളുകൾക്ക് ശേഷം സൂര്യചേട്ടൻ എന്നെ നന്ദു എന്ന് വിളിക്കുന്നു? ഇതിന് മാത്രം എന്നെ വെറുക്കാൻ ഞാനത് പറഞ്ഞില്ലല്ലോ സൂര്യചേട്ടാ. എൻ്റെ മനസ്സിൽ സൂര്യചേട്ടനോട് തോന്നിയ ഇഷ്ടം ഞാൻ തുറന്നു പറയാൻ മാത്രമേ ചെയ്ത്. അതിനിങ്ങനെ അകന്നു നിന്ന് ഇത്രയും വലിയ ശിക്ഷ നൽകേണ്ടിയിരുന്നു. ഇപ്പോഴും നന്ദനയുടെ മനസ്സിൽ സൂര്യചേട്ടൻ മാത്രം. പ്രായത്തിൻ്റെ ചാപിൽ എന്ന് പറഞ്ഞ് അതെന്നെ തള്ളി പറഞ്ഞില്ലേ? എന്നാലും സാരില്ല, ഇപ്പോഴും ഞാൻ കാത്തിരിക്കുന്നുണ്ട് പ്രതീക്ഷയോടെ. സൂര്യചേട്ടൻ്റെ മനസ്സ് മാറുന്നു കരുതി. ഒരു നിമിഷം നന്ദനയുടെ തുറന്നു പറച്ചിൽ സൂരജ് തറഞ്ഞു നിന്നുപോയി. കാരണം നന്ദന അന്ന് 10ൽ പഠിക്കുമ്പോഴാണ് സൂരജിനോട് തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത്. അതിനവളെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞ് മുഖം നോക്കിയൊന്ന് കൊടുത്തിട്ടാണ് സൂരജ് അവൻ്റെ മുറിയിൽ നിന്ന് അവൾ ആട്ടി പായിച്ച്. അതിനുശേഷം നന്ദനയും സൂരജും തമ്മിൽ അങ്ങനെ മിണ്ടാറില്ല. ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സൂരജ് നന്ദനയോടൊന്ന് സംസാരിക്കുന്ന പോലും. ഇത് നോക്ക് നന്ദന, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു അനാഥനാണ്, അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തവൻ. പിന്നെ നിനക്കിപ്പോൾ തോന്നുന്ന ഈ ഒരു ഇൻഫാക്ച്വേഷൻ കുറച്ചു കാലം കഴിഞ്ഞാൽ മാറും. അതില്ലെങ്കിൽ എന്നെക്കാൾ നല്ല ഒരുത്തനെ കാണുമ്പോൾ നീ നിന്റെ മനസ്സ് മാറ്റുക തന്നെ ചെയ്യും. കാരണം നിന്റെ ഇപ്പോഴത്തെ പ്രായം എങ്ങനെയാണ്? ദയവ് ചെയ്ത് നീ എന്നെ ഇങ്ങനെ വെറുപ്പിക്കരുത് പ്ലീസ്. സൂരജ് നന്ദനയുടെ മുമ്പിൽ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. വല്ലാത്തൊരു മരവിച്ച അവസ്ഥയിലായിപ്പോയി നന്ദന. ദേഷ്യവും സങ്കടവുമെല്ലാം അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരുന്നു. പിന്നീട് ഒരു നിമിഷം പോലും അവൾക്ക് നിൽക്കാൻ തോന്നിയില്ല. നന്ദന കരഞ്ഞുകൊണ്ട് തന്നെ ആ മുറിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഓടി. നന്ദന പോയി കഴിഞ്ഞതും സൂരജിനാകെ വല്ലാതെയായി. വഴക്ക് പറയണ്ടായിരുന്നു. അല്പസമയം കണ്ണുകളടച്ച് സൂരജ് അവിടെ തന്നെ നിന്നു. പിന്നീട് വീണ്ടും തൻ്റെ വർക്കിലേക്ക് കടന്നു. ഏകദേശം 2 ദിവസം എടുത്തു രുദ്രനും മിത്രക്കും കാടിറങ്ങുവാൻ. പ്രായാധിക്യം കൊണ്ട് രാജശേഖരനും ലളിതക്കും കാടിറങ്ങാൻ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർക്കൊപ്പം തന്നെ ഇരുവരും വളരെ പതിയാണ് കാടിറങ്ങിയത്. കാടിറങ്ങിയ 4 പേരും ചെന്ന് അന്ന് ആ കുടുംബക്ഷേത്രത്തിലേക്ക് അവരെ സഹായിക്കാൻ വേണ്ടി ചെന്ന ആദിവാസി മൂപ്പന്റെ ഊരിനടുത്തായിരുന്നു. അവരുടെ ഊരിൽ കയറി മൂപ്പനെ കണ്ട് അല്പസമയം വിശ്രമിച്ചതിനു ശേഷമാണ് രുദ്രനും മിത്രയും രാജശേഖരനും ലളിതയും രുദ്രന്റെ താറിലായി തങ്ങളുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചത്. ഉമ്മറത്ത് മഴ കൊണ്ടിരിക്കുകയാണ് സൂരജ്. എന്തോ
പതിവില്ലാതെ അവൻ്റെ മനസ്സ് വല്ലാതെ സന്തോഷിക്കുന്ന പോലെ അവന് തോന്നി. പുറത്തെ മഴയിലേക്ക് തന്നെ കണ്ണു നട്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ മൊബൈൽ റിങ് ചെയ്തു. ഡിസ്പ്ലേയിൽ കാണുന്ന രുദ്രൻ എന്ന പേര് കണ്ടതും സൂരജിൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. ആദ്യത്തെ റിങ്ങിൽ തന്നെ സൂരജ് ഫോൺ എടുത്തു. ആ രുദ്ര, നീ എവിടെയാടാ? പോയിട്ടൊന്ന് വിളിക്കൂടി ചെയ്തില്ലല്ലോ. മോള് നിന്റെ കൂടെ തന്നെ അല്ലേ? ഇനി നീ എപ്പോഴാ വരിക? രുദ്രൻ ഫോൺ സ്പീക്കറിലായിരുന്നു ഇട്ടത്. രാജശേഖരനും ലളിതകുമാരിയും തൻ്റെ മകൻ്റെ ശബ്ദം കേട്ടോ സന്തോഷത്താൽ കണ്ണീർ പൊഴിച്ചു. ഞങ്ങളിത് എത്തറയടാ, ചൊരലിറങ്ങി. അധികം വൈകില്ല, രാത്രി ആകുമ്പോഴേക്കും എത്തും. നീ എവിടേക്കും പോകരുതേ, ഞാൻ നിനക്കൊരു സർപ്രൈസ് ആയിട്ട് വരുന്നത്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല. നീ എവിടേക്കും പോകരുത് കേട്ടല്ലോ. ഇല്ലടാ, നീ എന്തായാലും വേഗം വാ. എനിക്ക് എൻ്റെ കുട്ടിയെ കാണാനായിട്ട് എന്തോ പോലെ. അല്ല, മോളിലെടുത്ത് ഉണ്ടടാ, നല്ല ഉറക്കാം. രുദ്രൻ പുറകിലേക്ക് നോക്കിയപ്പോൾ കണ്ടു ലളിതയുടെ മടിയിലായി കിടന്നുറങ്ങുന്ന മിത്രയെ. ആണോ? എന്നാ ഉണർത്തണ്ട, നീ ഒന്ന് വേഗം വാ, ഇവിടെ നല്ല മഴയാ. ആണോ? രാത്രി ആകുമ്പോഴേക്കും എത്തും. നീ വെച്ച ഫോൺ. ഓക്കേടാ, ബൈ. എന്തിനാ കുട്ടി ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നു? ഈ മഴയത്ത് ഇങ്ങനെ ഇരുന്നാ വല്ല അസുഖവും വരുത്തി വെക്കുമല്ലോ. മുത്തശ്ശൻ തമ്പുരാൻ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സൂരജിനെ സ്നേഹത്തോടെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു. അവന് മുത്തശ്ശ, രുദ്രൻ വിളിച്ചിരുന്നു. മിത്രമോളെയും കൊണ്ട് അവൻ ഇപ്പോൾ എത്തുന്നാ പറഞ്ഞ്. എനിക്കെന്തോ സർപ്രൈസ് ഉണ്ട് പോലും. എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ, അവരെത്താറായി കാണും. ആണോ? എൻ്റെ കുട്ടികളും തിരിച്ചോ? എൻ്റെ ദേവി, എനിക്ക് ഇപ്പോഴാ സമാധാനമായേ. പിന്നീട് മുത്തശ്ശനും സൂരജിന്റെ അടുക്കിലിരുന്നു. ഓരോ വർത്തമാനം പറഞ്ഞിരുന്ന സമയം പോയത് ഇരുവരും അറിഞ്ഞില്ല. പെട്ടെന്നാണ് പെരുമഴയത്ത് രുദ്രന്റെ താറ് കോവിലകം ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നത്. കാറ് നേരെ കൊണ്ടുപോയി കാർ പോർച്ചിൽ നിർത്തുന്നത് കണ്ടതും സൂരജ് പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. മുത്തശ്ശ, മിത്രമോള് രുദ്രൻ വന്നുട്ടോ. സൂരജ് മുത്തച്ഛന്റെ കൈകൾ പിടിച്ച് പതിയെ എഴുന്നേറ്റ് നിന്നു. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന മറ്റു രണ്ട് വ്യക്തികളെ കണ്ട് ഇരുവരും ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി. ശേഖരൻ, ലളിത. മുത്തശ്ശന്റെ നാവിൽ നിന്ന് ഉതിർന്ന പേര് കേട്ട് സൂരജിന് തന്റെ ശരീരത്തിലൂടെ എന്തോ തരിപ്പ് പടർന്നു കയറുന്ന പോലെ തോന്നി. അവന് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ സൂരജ് തരിച്ചു നിന്നുകൊണ്ട് തന്റെ മുമ്പിലായി വന്നു നിൽക്കുന്ന ഇരുവരെയും മാറി മാറി നോക്കി. ഈ സമയം ലളിതയും ശേഖരനും തന്റെ മകനെ തന്നെ നോക്കി കാണുകയായിരുന്നു. തന്റെ മകൻ താൻ യൗവനത്തിൽ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ തന്നെയുണ്ട്. കരഞ്ഞുകൊണ്ട് ശേഖരൻ സൂരജിന്റെ കവിളിലായി തന്റെ കൈകൾ ചേർത്തു. സൂരജ് ആർത്ത് കരഞ്ഞുകൊണ്ട് ശേഖരനെ കെട്ടിപ്പിടിച്ചു. അച്ഛാ, അമ്മേ. ഒരു കൊച്ചുകുട്ടിയെ പോലെ സൂരജ് ഇരുവരെയും കെട്ടിപ്പിടുന്നുകൊണ്ട് ആർത്ത് കരഞ്ഞു. നീണ്ട 22 വർഷത്തെ സങ്കടം മുഴുവൻ അവൻ അലറി കരഞ്ഞു തീർക്കുകയായിരുന്നു. ഈ സമയം രാജശേഖരനും ലളിതയും സന്തോഷം കൊണ്ട് തന്റെ മകനെ ഇറുകെ കെട്ടിപ്പിടുന്നുകൊണ്ട് വിങ്ങിപ്പൊട്ടി കരഞ്ഞു. പുറത്തെ ശബ്ദം കേട്ട് ഹാളിലേക്ക് വന്ന എല്ലാവരും മുന്നിലെ കാഴ്ച കണ്ട് ഇടിവെട്ടേറ്റ പോലെ നിന്നുപോയി. ശ്രീദേവിയും താരയും രത്നവും മഹാദേവും എല്ലാം മുന്നിലുള്ള സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. കാരണം മരിച്ചുപോയവർ തിരിച്ചു വരിക അസംഭവ്യമാണെന്ന് അവരുടെ മനസ്സ് പറയുമ്പോഴും മുന്നിൽ നടക്കുന്ന കാഴ്ചകൾ സത്യമാണെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരുന്നു. രുദ്രന്റെ അച്ഛൻ മഹാദേവന്റെ നിൽപ്പ് കണ്ടതും രുദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. സത്യമാണ് അച്ഛൻ, ചെറിയച്ഛനും ചെറിയമ്മ മരിച്ചിട്ടില്ലായിരുന്നു. അന്ന് നമ്മളിവിടെ കൊണ്ടുപോകാൻ ദഹിപ്പിച്ച ബോഡി മറ്റാരുടെയാണ്. എൻ്റെ ദേവി. മുത്തശ്ശൻ നെഞ്ചിൽ കൈവച്ചു പോയി. അച്ഛാ. ശേഖരൻ ഓടിച്ചൻ തന്റെ അച്ഛനെ ഇറുകെ കെട്ടിപ്പുണർന്നു. അച്ഛൻ്റെ പോറ്റ് പോരെ. ആ വൃദ്ധന് തന്റെ മകൻ എത്ര പുണർന്നിട്ടും മതിയാവുന്നില്ലായിരുന്നു. മോനെ മഹാദേവ, ശേഖരനെയും മോളെ അകത്തേക്ക് കൊണ്ടുപോകും. ഒന്ന് ശുദ്ധിയായി ഭക്ഷണം കഴിച്ച് രണ്ടുപേരും വിശ്രമിക്കട്ടെ. സത്യത്തിൽ സൂരജ് അപ്പോഴാണ് ശ്രദ്ധിച്ചത്. എല്ലാവരുടെയും മുഖത്ത് വല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നു. അവൻ തന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരോടായി പറഞ്ഞു. അച്ഛാ, അമ്മേ, അതേക്ക് വാ, നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്, വരൂ. ലളിതയും ശേഖരനും തറവാട്ടിലേക്ക് കയറുമ്പോൾ ആ തറവാട് മുഴുവൻ നോക്കി കാണുകയായിരുന്നു. 22 വർഷങ്ങൾക്ക് ശേഷം കോവിലകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി. ദേഹശുദ്ധി വരുത്തി ഭക്ഷണം കഴിച്ചൊന്ന് ഉറങ്ങി എഴുന്നേറ്റതും ലളിതക്കും ശേഖരനും അല്പം ഉന്മേഷം വന്ന പോലെ തോന്നി. ആ സമയം കണ്ണുകൾ തുറന്ന് ഇരുവരും കാണുന്നു തങ്ങളുടെ നടുക്കായി കിടന്നുറങ്ങുന്ന സൂരജിനെയാണ്. സൂരജിനെ നോക്കി ഇരുവരും സന്തോഷത്താൽ കണ്ണുനീർ പൊഴിച്ചു. രണ്ടുപേരും പതിയവന്റെ തലയിലൊന്ന് തലോടി. കൊച്ചുകുട്ടിയെപ്പോലെ ലളിതയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സൂരജ് വീണ്ടും ഗാഠമായ നിദ്രയിലേക്ക് ആഴ്ന്നിറങ്ങി. ഇതെല്ലാം കണ്ട് പുഞ്ചിരിയോടെ വാതിൽപ്പടിയിൽ നിൽക്കുകയായിരുന്ന രുദ്രന് എന്തുകൊണ്ടോ ഇപ്പോൾ അവരുടെ അടുക്കിലേക്ക് പോകാൻ അവന് തോന്നിയില്ല. പിന്തിരിഞ്ഞു നടന്നവൻ ആരെയോ ചെന്നിടിച്ചു. മുന്നിലേക്ക് നോക്കിയതും കണ്ടു നെറ്റി ഒഴിഞ്ഞുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന മിത്രയെ. എവിടെ നോക്കിയാടി ഉണ്ടക്കണി നടക്കുന്നത്? നിനക്കത് ബോധം പോയോ? പിന്നെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, സോറി. അവളെ നിർത്തി നോക്കിക്കൊണ്ട് രുദ്രൻ നേരെ തന്നെ മുറിയിലേക്ക് പോയി.
മോരുടെ മിത്ര രുദ്രനെന്ന് പുച്ഛിച്ചുകൊണ്ട് നന്ദനയുടെ മുറിയിലേക്കായി കയറിപ്പോയി. രാത്രിയിൽ തിമിർത്ത് പെയ്യുന്ന മഴയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു മിത്ര. അവൾ നടുത്തളത്തിലൂടെ നടന്നു വരുമ്പോൾ ചുറ്റുവട്ടമെല്ലാം ഒന്ന് നോക്കി. ആരുമില്ലെന്ന് കണ്ടതും അവൾ നടുമുറ്റത്തേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് തൻ്റെ കൈകൾ വിരിച്ച് ആ മഴയെ തൻ്റെ ശരീരത്തിലേക്ക് ആവാഹിച്ച്. എല്ലാവരും കിടന്നുറങ്ങിയോണ്ട് തന്നെ ആരും ആ സമയം അവിടേക്ക് വരില്ലെന്ന വിശ്വാസത്തിലാണ് അവൾ മഴ നനയുന്നത്. ഈ സമയം രുദ്രന്റെ മുറി. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വിളിക്കാം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. അവന് നടുത്തളത്തിലൂടെ നടന്ന് അല്പം മുന്നോട്ട് ചെന്നുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് വെറുതെ മുന്നോട്ട് നോക്കിയതും കണ്ടു മഴയിൽ നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന മിത്രയെ. ചുവന്ന ധാവണിയിൽ അവൾ അതീവ സുന്ദരിയാണെന്ന് രുദ്രന് തോന്നി. ധാവണിയുടെ സ്ഥാനം മാറി കിടക്കുന്നതുകൊണ്ട് അവളുടെ ആഴമേറിയ നാഭിസൂഴി ഒപ്പം അതിൻ്റെ ഭംഗി കൂട്ടാനെന്നോണം നിറയെ മുത്തുകൾ പിടിപ്പിച്ച പൊന്നരഞ്ഞാണവും അവനൊരു കൗതുകത്തോടെ നോക്കി നിന്നു. എന്തോ ഒരു ഉൾപ്രേരണയും രുദ്രൻ ആ മഴ നനഞ്ഞുകൊണ്ട് നടുമുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. പിന്തിരിഞ്ഞു നിന്ന മിത്ര തൻ്റെ പുറകിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയവൾ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയതും തൻ്റെ പുറകിലായി നിൽക്കുന്ന രുദ്രനെ കണ്ടതും പേടിച്ച് പിന്നോക്കം മാറിയെങ്കിലും പാവാടത്തുമ്പിൽ കാല് തന്നെ അവൾ വീഴാൻ പോയി. തൽക്ഷണ രുദ്രൻ മിത്രയുടെ നഗ്നമായ വയറിൽ കൈകൾ ചേർത്തുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു നിർത്തി. രുദ്രന്റെ ഉള്ളം കൈയിലെ ചൂട് തന്റെ നഗ്നമായ അണിവരകൾ പതിയുന്നു ഒരനുഭൂതിയോടെ മിത്ര അറിയുന്നുണ്ടായിരുന്നു. ഈ സമയം നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന മിത്രയെ രുദ്രൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു പോയി. കോരി ചൊരിയുന്ന മഴയത്തും ഇരുവരും നനഞ്ഞു കുളിച്ചുകൊണ്ട് ആ നടുത്തളത്തിൽ അങ്ങനെ നിന്നു. മിത്രയാണെങ്കിൽ താൻ മഴയത്തിറങ്ങി നിന്നതിന് രുദ്രൻ തന്നെ വഴക്ക് പറയുമോ എന്ന ചിന്തയിലായിരുന്നു. എന്നാൽ ആദ്യമായി മിത്രയെ കാണുന്ന പോലെ രുദ്രൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു പോയി. മിത്രയുടെ മുഖത്തും കഴുത്തിലുമായി വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. കഴുത്തിൽ നിന്നും വെള്ളത്തുള്ളികൾ അവളുടെ മാറിലേക്ക് ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. കണ്ണുകൾ പിടഞ്ഞു, ചുണ്ടുകൾ വിറച്ച് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മിത്രയെ കാണുക രുദ്രന് മറ്റെന്തെല്ലാമോ അവളോട് തോന്നുന്നുണ്ടായിരുന്നു. അറിയാതെ തന്നെ അവൻ തൻ്റെ വലതു കൈ ഉയർത്തി മിത്രയുടെ കവിളിലേക്കായി ചേർത്ത് വെച്ചു. ശേഷം തൻ്റെ തള്ളവിരൽ കൊണ്ട് പതിയെ മിത്രയുടെ ഇളം റോസ് ചുണ്ടുകളിൽ തലോടി. രുദ്രന്റെ കൈവിരലുകൾ തൻ്റെ ചുണ്ടിലായി അമർന്നത് മിത്ര അറിയാതെ തൻ്റെ കണ്ണുകൾ കൂമ്പി അടച്ചു. അവൻ്റെ ഒരു കുഞ്ഞു സ്പർശനത്തിൽ പോലും അവൾ വല്ലാതെ വിവശയായി പോയി. അവൾ പോലും അറിയാതെ അവളിൽ നിന്നൊരു ശീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു. മിത്രയിൽ നിന്ന് ഉതിർന്നു വീണ ആ ശീൽക്കാര ശബ്ദം കേട്ടത് അവനറിയാതെ തന്നെ അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്കാട്ടു. പെട്ടെന്നാണ് ആകാശത്ത് ഭൂമി കുലുങ്ങുമാർ ഉച്ചത്തിൽ ഒരു ഇടി മുഴങ്ങിയത്. ഞെട്ടിക്കൊണ്ട് മിത്ര രുദ്രനെ ഇറുകെ കെട്ടിപ്പുണർന്നുപോയി. ഈ സമയം രുദ്രനും അവളുടെ നഗ്നമായ വയറിൽ കൈകൾ വെച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്ന പോലെ മിത്ര കണ്ണുകൾ വലിച്ചുറന്നുകൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചു. സത്യത്തിൽ അപ്പോഴാണ് രുദ്രനും ബോധം വന്നത്. അവന് അവളിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്നാണ് അവനത് ശ്രദ്ധിച്ചത്. നേരത്തെ അവളുടെ അരയിലായി കൈകൾ വെച്ചപ്പോൾ തൻ്റെ കയ്യിലെ കൈചെയിൻ മിത്രയുടെ അരഞ്ഞാണത്തിന്റെ കൊളുത്തിലായി കുടുങ്ങിപ്പോയിട്ടുണ്ട്. ഒരു നിമിഷം ഇരുവരും പകച്ചുകൊണ്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി. നിമിഷ നേരം കൊണ്ടാണ് രുദ്രന്റെ മുഖത്ത് ദേഷ്യം ഇരച്ച് കയറിയത്. അവന്റെ അലർച്ചയോടുള്ള വിളി കേട്ടതും ഞെട്ടിക്കൊണ്ട് മിത്ര അവന്റെ മുഖത്തേക്ക് നോക്കി. ആരോട് ചോദിച്ചിട്ടാണ് മഴയത്തിങ്ങനെ വന്നിരിക്കുന്നത്? അവളോട് ചോദിക്കുമ്പോൾ അവൻ തന്റെ കൈ ചെയിൻ അവളുടെ അരഞ്ഞാണത്തിൽ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ വലിച്ചാൽ അത് പൊട്ടിപ്പോകുമെന്ന് തോന്നിയ മിത്ര അവന്റെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് പറഞ്ഞു, അയ്യോ രുദ്രേട്ട അങ്ങനെ വലിക്കല്ലേ, അത് പൊട്ടിപ്പോകും. തന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് മിത്ര അങ്ങനെ പറഞ്ഞത് പിന്നീട് രുദ്രൻ കൈ വലിച്ചില്ല. പിന്നെ ഇതെങ്ങനെ ഇരിക്കടി കോപ്പേ, ഇന്ന് മുഴുവൻ ഈ മഴയത്തിൽ കാണോ നിന്റെ പാവം? രുദ്രൻ വീണ്ടും അലറിക്കൊണ്ട് മിത്രയോട് ചോദിച്ചു. സത്യത്തിൽ അവന്റെ അലർച്ചയിൽ പിന്നീട് മിത്രക്കൊന്നും അവനോട് പറയാൻ തോന്നിയില്ല. അവൾ തലകുമ്പിട്ട് മറുപടിയും നൽകാതെ അങ്ങനെ തന്നെ നിന്നു. ഏത് നേരത്താണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? തന്റെ നെറ്റിയിൽ വലതുകൈ കൊണ്ട് അടിച്ച് സ്വയം അവനെ തന്നെ ചീത്ത വിളിച്ചു. പിന്നീട് ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് മിത്രയെ നോക്കിക്കൊണ്ട് മുട്ടുകുത്തി നിലത്തിരുന്നു രുദ്രൻ. ഒരു നിമിഷം രുദ്രൻ അങ്ങനെ ഇരുന്നതും മിത്ര അറിയാതെ രണ്ടടി പുറകോട്ടേക്ക് നീങ്ങിപ്പോയി. അതിനനുസരിച്ച് അവന്റെ കൈയും മുമ്പിലേക്കൊന്ന് ആഞ്ഞു. ആട്ടിങ്ങി നിന്നോ, ആട്ടിങ്ങി നിന്നോ അവിടെ, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി വലിച്ചു പൊട്ടി ഞാൻ എന്റെ പാട്ടിനോ കേട്ടല്ലോ. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് രുദ്രൻ എന്ന് മിത്രക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ തലയും നാട്ടി അവിടെ തന്നെ നിന്നു. മിത്രയുടെ ദാമണിത്തുമ്പ്
തൻ്റെ ഇടത് കൈകൾ കൊണ്ട് പതിയെ മാറ്റുമ്പോൾ അവൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. തൻ്റെ അണിവയർ മറഞ്ഞു നിൽക്കുന്ന ധാവണിയുടെ ഭാഗം പതിയെ രുദ്രൻ മാറ്റുമ്പോൾ മിത്ര തൻ്റെ കണ്ണുകൾ അടച്ച് കൈകൾ ചുരുട്ടി പിടിച്ച് നിന്നു. ഒരു നിമിഷം തൻ്റെ തൊണ്ട വരളുന്ന പോലെ തോന്നി രുദ്രന്. അവളുടെ വെളുവെളുത്ത പഞ്ഞിപ്പോലുള്ള അണിവയറിലായി കാണുന്ന ആഴമേറിയ നാഭിശുഴി, അതിന് തൊട്ടടുത്തായി കാണുന്ന കറുത്ത മറുകും അവളുടെ അണിവയറിൻ്റെ സൗന്ദര്യം കൂട്ടുന്ന പോലെ അവന് തോന്നി. മഴ നനഞ്ഞുകൊണ്ട് തന്നെ അണിവയറിലാകെ മഴത്തുള്ളികൾ പടർന്ന് പിടിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ സ്വർണ്ണ നാഗത്തെ പോലെ ചുറ്റിക്കിടക്കുന്ന ആ പൊന്നരഞ്ഞാണം കൂടിയായതും രുദ്രന് തൻ്റെ ശ്വാസം നിലച്ച പോലെ തോന്നി. ഇടത് കൈകൊണ്ട് ആ അരഞ്ഞാണത്തിൻ്റെ കൊളുത്തഴിക്കാൻ പറ്റില്ലെന്ന് തോന്നിയതും അവൻ തൻ്റെ പല്ലുകൊണ്ട് ആ അരഞ്ഞാണത്തിൻ്റെ കൊളുത്തഴിക്കാൻ ശ്രമിച്ചു. തൽക്ഷണം രുദ്രൻ്റെ മീശയും താടിയും മിത്രയുടെ പതുപതുത്ത വയറിൽ കുത്തിയിറങ്ങി. അത്രയും നേരം കണ്ണുകൾ അടച്ചു നിന്ന മിത്ര വേദന കൊണ്ട് തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. ഒപ്പം അവൾ പോലും അറിയാതെ അവളിൽ നിന്നൊരു ശീൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു. എന്തുകൊണ്ടോ ഭാഗ്യത്തിന് പെരുമഴ ആയതുകൊണ്ട് തന്നെ ആ ശബ്ദം രുദ്രൻ കേട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും പല്ലുകൊണ്ട് അരഞ്ഞാണത്തിൻ്റെ കൊളുത്തഴിക്കുന്നതിനിടയിൽ തൻ്റെ ചുണ്ടുകൾ അവളുടെ അണിവയറിലായി തട്ടുന്നത് രുദ്രനും അറിയുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ അവളുടെ അരഞ്ഞാണം അഴിച്ചെടുത്ത് തൻ്റെ കൈസേനും ആയാസമായി തന്നെ അരഞ്ഞാണത്തിൽ നിന്നും വിട്ടകന്ന് പോയി. രുദ്രൻ ചാടി എഴുന്നേറ്റ് അരഞ്ഞാണം മിത്രയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് കാറ്റുപോലെ ഓടിപ്പോയി. സത്യത്തിൽ മിത്രയ്ക്ക് ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അവൾ തൻ്റെ അരഞ്ഞാണത്തിലേക്കും രുദ്രൻ പോയ വഴിയെയും മാറി മാറി നോക്കി നിന്നു.